വയനാട്ടിലെ സഹകരണ ബാങ്കുകളിൽ നിയമന തട്ടിപ്പിൽ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവ്. സഹകരണ വകുപ്പിനോട് അന്വേഷിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. പ്രാഥമിക പരിശോധന നടത്താനാണ് ഉത്തരവ്. ജില്ലയിലെ 4 സഹകരണ ബാങ്കുകളിൽ വൻതോതിൽ നിയമന തട്ടിപ്പ് നടന്നതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ വകുപ്പിന്റെ നടപടി. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, വിശദാംശങ്ങൾ. അതിന് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കാരണം വലിയ വിവാദങ്ങളാണ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ വയനാട്ടിലുള്ളത്. മാത്രവുമല്ല, പ്രത്യേകിച്ച് ബത്തേരിയിലെ DCC ട്രഷറായിരുന്ന NM വിജയൻ്റെ ആത്മഹത്യയോടുകൂടി പുതിയ വിവാദങ്ങളിലേക്ക് വരുന്നു. വ്യാപകമായി സഹകരണ ബാങ്കുകളിൽ ഇത്തരത്തിൽ നിയമനത്തിന് വേണ്ടി കോഴ നൽകിക്കൊണ്ടുള്ള ഇടപാടുകൾ വർഷങ്ങളായി തുടർന്നു എന്ന് ഉൾപ്പെടെ ആക്ഷേപം വരുന്ന സാഹചര്യം. വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് അത് പോകുന്നു. MLA ഉൾപ്പെടെ ഈ NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രേരണ കുറ്റത്തിൽ പ്രതിപട്ടികയിൽ വരുന്നു. അങ്ങനെ വലിയ വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ നിലവിൽ സഹകരണ വകുപ്പ് തന്നെ ഇത് സമ്മതിച്ചിരിക്കുന്നു. പ്രാഥമികമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. 66 എൻക്വയറിക്ക് സഹകരണ വകുപ്പ് നിർദ്ദേശം നൽകി. അതായത് ജില്ലയിലെ 4 സഹകരണ ബാങ്കുകളിൽ വൻതോതിൽ നിയമന തട്ടിപ്പ്, തൊഴിൽ തട്ടിപ്പ് നടന്നതായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് സഹകരണ വകുപ്പ് തയ്യാറായിട്ടുള്ളത്. സുൽത്താൻ ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ KK ജമാലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ളത്. വലിയ നിയമന അഴിമതി ഉണ്ടെന്നാണ് ആരോപണം. സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്ക്, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്ക്, പൂതാടി സർവീസ് സഹകരണ ബാങ്ക്, മടക്കിമല സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ ഇത്രയും 4 ബാങ്കുകളിലാണ് പ്രാഥമികമായിട്ട് ഇത്തരം ആക്ഷേപങ്ങൾ കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ ബാങ്കുകളിലാണ് ഇത്തരത്തിൽ പരിശോധന അടിയന്തരമായി 66 എൻക്വയറി നടത്താൻ വേണ്ടി സഹകരണ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ 2016 മുതൽ 2024 വരെ 80 നിയമനങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. വീണ്ടും 41 നിയമനങ്ങൾക്ക് അനുമതി ചോദിച്ചെങ്കിലും അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് നിയമനം നടക്കാതിരുന്നത്. അതുപോലെ തന്നെ ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ 2016 മുതൽ 2024 വരെ 35 നിയമനങ്ങൾ നടന്നതായും കണക്കുകളുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തണം. ഇത്തരത്തിൽ വലിയ തരത്തിൽ കോഴ നൽകിക്കൊണ്ടാണ് ഇത്തരം നിയമനങ്ങളൊക്കെ നടന്നതെന്ന് വലിയ പരാതികൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം നടത്തുന്നത്. മാത്രവുമല്ല, ഈ വിവാദത്തിനിടയിലാണ് NM വിജയൻ എന്നുള്ള ആൾ ഈ സഹകരണ ബാങ്കിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ നേരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തുവെന്ന വിവാദം വരുന്നത്. അത് സംബന്ധിച്ച് വലിയ അന്വേഷണങ്ങൾ, പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സഹകരണ വകുപ്പ് തന്നെ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ആരോപണങ്ങളും പരാതികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു പരിശോധന പ്രാഥമികമായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രാഥമിക പരിശോധനയിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിവാദങ്ങളെ ശരിവയ്ക്കുന്നു. ഇത്തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് നിയമനവുമായി ബന്ധപ്പെട്ട് എന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് തന്നെ ശരിവയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ആരുണ്യ, അതാണ് വയനാട്ടിലെ സഹകരണ ബാങ്കുകളിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ. ജില്ലയിലെ 4 സഹകരണ ബാങ്കുകളിൽ വൻതോതിൽ നിയമന തട്ടിപ്പ് നടത്തിയെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വകുപ്പിന്റെ നടപടി. NM വിജയന്റെ ആത്മഹത്യ തുടർന്നുണ്ടായ വിവാദങ്ങളെ കൂടി പരിഗണിച്ചാണ് സഹകരണ വകുപ്പിന്റെ പരിശോധന. ഒപ്പം അഴിമതി ആരോപണങ്ങൾ, നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിട്ടും സഹകരണ വകുപ്പ് ഇടപെട്ടില്ലെന്ന ആക്ഷേപം നിലനിൽക്കെ തന്നെയാണ് ഈ വകുപ്പിന്റെ ഇടപെടൽ ഇപ്പോൾ വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ.